1967 തുടങ്ങിയ അധിനിവേശമാണ്. അതിന് പിന്നാലെ ഇതിപ്പോൾ ആദ്യമായാണ് ഈ വെസ്റ്റ് ബാങ്ക് സ്വന്തം ഭൂമിയായി രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നത്. അതിന് മന്ത്രിസഭ അതിന് അംഗീകാരവും കൊടുത്തിരിക്കുന്നു എന്നതാണ്. അത് എന്തായിരിക്കാം ഇങ്ങനൊരു അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിൽ? ഇത് വാസ്തവത്തിൽ ഒരു അപ്രതീക്ഷിത നീക്കമല്ല എന്ന് പറഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് ഇസ്രായേലിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിലെ വലതുപക്ഷ തീവ്രവാദ കക്ഷി, പ്രത്യേകിച്ച് സ്മോട്രിച്ചിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു കക്ഷി വളരെ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായിട്ടും പിടിച്ചടക്കണം, അതിൽ നിന്ന് പലസ്തീനികളെ പൂർണ്ണമായിട്ടും കുടിയൊഴിപ്പിക്കണം, അങ്ങനെ അത് ഇസ്രായേലിന്റെ ഭാഗമാക്കണം എന്നുള്ളത് വളരെ ശക്തമായിട്ട് അവർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ആകെപ്പാട് ഇതിന്റെ അകത്ത് അപ്രതീക്ഷിതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് ഈ ഒരു നിയമം ഇപ്പോ അംഗീകരിച്ചു, അല്ലെങ്കിൽ ഇതൊരു രജിസ്റ്റർ ചെയ്ത് വന്നു, ഒരു ഔദ്യോഗിക സ്വഭാവം അതിന് വന്നു എന്നത് മാത്രമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നേരത്തെ വളരെ ശക്തമായ എതിർപ്പുകളുള്ള, അതായത് വെസ്റ്റ് ബാങ്ക് ഒരർത്ഥത്തിലും ഇസ്രായേൽ അത് കൂട്ടിച്ചേർക്കരുത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അടക്കം ആവശ്യപ്പെട്ടിട്ടും അതിനെ ഒന്നും വകവെക്കാതെയാണ് തീവ്ര വലതുപക്ഷത്തിന് വഴങ്ങിക്കൊണ്ട് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇപ്പോൾ ഈ ഒരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് അറബ് മുസ്ലിം രാജ്യങ്ങളൊക്കെ അതിശക്തമായിട്ടുള്ള ഒരു നീക്കം ഇവിടെ നടത്തിയിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഗസയിലെ അതേ അവസ്ഥ വീണ്ടും വെസ്റ്റ് ബാങ്കിൽ ആവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേൽ ഇതിന് മുതിരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു. അതായത് ഒരു മെയിൻ സ്ട്രീം മീഡിയ, ഒരു മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെ ഗസയെ പൂർണ്ണമായും മറന്ന ഒരവസ്ഥയിലാണുള്ളത്. വെടിനിർത്തൽ എന്ന പേരിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു സംഗതി, അതിൽ പലസ്തീനികൾ മാത്രമേ വെടിനിർത്തിയിട്ടുള്ളൂ. ഇസ്രായേൽ ഒരർത്ഥത്തിലും വെടിനിർത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, പൂർണ്ണമായും ഗസയെ എല്ലാ ദിവസവും ആക്രമിച്ചുകൊണ്ട് അവിടെ നിരന്തരമായി ഫലസ്തീനികൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ശ്രദ്ധ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെയും അതുപോലെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ഒക്കെ ശ്രദ്ധ മാറിയ സന്ദർഭത്തിലാണ് വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായിട്ടും പിടിച്ചടക്കാനുള്ള നീക്കം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഈ പേപ്പറിലുള്ള അല്ലെങ്കിൽ ഡോക്യുമെന്റേഷനിലുള്ള ഈ നീക്കത്തിന് പുറമെ വളരെ ശക്തമായിട്ടുള്ള റെയ്ഡുകൾ, വീടുകൾ തകർക്കുക, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭയാർത്ഥി ക്യാമ്പുകളെ ഇടയ്ക്കിടെ ആക്രമിച്ചുകൊണ്ട് അവിടുത്തെ ഫലസ്തീനികളെ നിരന്തരമായിട്ട് വെടിവെച്ചു കൊല്ലുക, ബോംബിടുക, അതുപോലെ തന്നെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ വെടിനിർത്തലിന്റെ ആ കരാർ പാലിച്ച ഘട്ടത്തിൽ ധാരാളം ഫലസ്തീനികളെ വിട്ടയച്ചിരുന്നു. പക്ഷെ അവരിനേക്കാൾ കൂടുതൽ, ആ എണ്ണത്തെക്കാൾ കൂടുതൽ ഫലസ്തീനികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ നിന്ന് പൂർണ്ണമായിട്ടും ധാരാളം, അതായത് ആയിരക്കണക്കിന് ഫലസ്തീനികളെ നിരന്തരമായിട്ട് അറസ്റ്റ് ചെയ്ത് തടവിലിടുകയും ഒരു തരത്തിലുള്ള വിചാരണയും കൂടാതെ അവരെ നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ആവർത്തിച്ച് അതാണ് ഇവിടെ ശ്രീ താജാനോ നോക്കൂ, ഗസയിൽ വെടിനിർത്തൽ നടപ്പിലായെങ്കിലും തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ. അതിന് പിന്നാലെ ഇപ്പോൾ വെസ്റ്റ് ബാങ്കും കൂടി ഒപ്പം ചേർക്കാൻ, അല്ലെങ്കിൽ അത് സ്വന്തം ഭൂമിയായി കൈവശപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു. ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എത്ര വലുതാണ്? വളരെ വലിയ ഒരു പ്രത്യാഘാതത്തിലേക്ക് ഇത് നയിക്കും. എന്ന് വെച്ചാൽ ഫലസ്തീൻ, അതായത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഒരു ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമല്ല. അതായത് ഫലസ്തീനികൾക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രം ഒരു നിലക്കും ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഒരു പിടിവാശിയിലാണ് ഇസ്രായേൽ ഉള്ളത്. അത് ഇപ്പൊ അന്താരാഷ്ട്ര മധ്യസ്ഥന്മാരൊക്കെ തന്നെ ഇടയ്ക്കിടെ ഈ ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ വാദം ഉയർത്തിക്കൊണ്ടുവരുമ്പോഴൊക്കെ അതിനെ ഇസ്രായേൽ ഉടക്കുവൊക്കെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായിട്ടും പിടിച്ചടക്കി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഈ ദ്വിരാഷ്ട്ര പരിഹാരം എന്ന ഫോർമുല ആർക്കും തന്നെ മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, ദ്വിരാഷ്ട്രം പോയിട്ട് ഇപ്പൊ മറ്റൊരു പരിഹാരം എല്ലാവരും പറയുന്ന ഒറ്റ രാഷ്ട്രം, ആ ഒരു രാഷ്ട്രത്തില് ഫലസ്തീനികൾക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശങ്ങൾ, ആ അവകാശങ്ങൾക്ക് കൂടി തടയിടുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഒരു അപ്പാർത്തൈഡ് സ്റ്റേറ്റ് ആയിട്ട്, വംശവെറിയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യവും ഭരണകൂടവുമായിട്ട് തങ്ങൾ നിലകൊള്ളും എന്ന് തന്നെയാണ് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണകൂടം. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യ ഇങ്ങനെ പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കൂ എന്ന് രാഷ്ട്രീയമായി നെതന്യാഹുവിന്റെ ഒരു ആവശ്യം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും. അതായത് ഏതെങ്കിലും മേഖലയിൽ നിന്നുള്ള എതിർപ്പുകൾ ഇതിന് ഇപ്പോ നോക്കൂ, ഇസ്രായേലിനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിലുള്ള
പരിക്കുകൾ ഏൽപ്പിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യം ഈ മേഖലയിൽ ഇറാനാണ്. അപ്പൊ ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ആക്രമണം എത്രയും പെട്ടെന്നാക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ദിവസം നെതന്യാഹു വൈറ്റ് ഹൌസിൽ പിന്നെ പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ ചർച്ചയുടെയും അതിനുശേഷം പുറത്തുവിട്ട പ്രസ്താവനകളുടെയൊക്കെ ചുരുക്കം അതാണ്. അതായത് തങ്ങൾക്കെതിരെയുള്ള എല്ലാ ഭീഷണികളെയും പിന്നെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ പല രാജ്യങ്ങളെയും വിഭജിക്കുന്നതിന് കൂട്ടുനിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇറാനിൽ ഇപ്പോ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതാണ്. അതായത് അതിശക്തമായ ബോംബിങ്ങിലൂടെ ഇറാനെ തകർക്കുക, ഭരണകൂടത്തെ ഇല്ലാതാക്കുക, എന്നിട്ട് ഇറാനെ വെട്ടിമുറിക്കുക. പ്രത്യേകമായിട്ട് ചില വംശീയ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ രാഷ്ട്രമോ അല്ലെങ്കിൽ സ്വയംഭരണ പ്രദേശമോ ഒക്കെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഇറാനെ ഒരു വെട്ടിമുറിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെ ആവശ്യം. അതുപോലെ തന്നെ ലബനാൻ നോക്കൂ, ലബനാനിൽ നിരന്തരം അവിടെയും ഒരു വെടിനിർത്തൽ നിലവിലുണ്ട്, പക്ഷെ നിരന്തരമായിട്ടുള്ള ബോംബിംഗ് നടക്കുന്നു. അവിടെയും ആ ഒരു ക്രിസ്ത്യൻ, ഷിയ, സുന്നി ഈ 3 വംശീയ ന്യൂനപക്ഷങ്ങളെയും സെപ്പറേറ്റ്, അവരെ പ്രത്യേകമായി അവർക്ക് സ്വയംഭരണാവകാശമുള്ള പ്രദേശങ്ങൾ സ്ഥാപിച്ച് ലബനാനെ മുറിക്കുക. സിറിയയിൽ കുർദ്, അതുപോലെ തന്നെ യസീദി ന്യൂനപക്ഷം, ഇവരൊക്കെ പ്രത്യേകമായി ഡ്രൂസ് ന്യൂനപക്ഷം, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചെറിയ ചെറിയ വംശീയ സ്റ്റേറ്റുകൾ, ഇതാണ് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ ആവശ്യം. അപ്പോ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും പ്രത്യേകമായി വംശീയമായ അടിസ്ഥാനത്തിൽ അവരേക്ക് വിഭജിച്ച് തങ്ങൾക്കെതിരെയുള്ള എല്ലാ ഭീഷണികളെയും തകർക്കുക എന്നാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. പക്ഷേ ഇത് നടപ്പാകുന്നതിന് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഇപ്പോൾ ട്രംപിന് ഇറാനെ ആക്രമിക്കുന്നതിൽ, അല്ലെങ്കിൽ ഇറാനെതിരെ ഒരു വശത്ത് ശക്തമായ ആക്രമണങ്ങളൊക്കെ അല്ലെങ്കിൽ ശക്തമായ സന്നാഹങ്ങളൊക്കെ ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു ശക്തമായ ഒരു ആക്രമണം ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അതിന് തുടക്കമിടാൻ ഇപ്പോഴും ട്രംപിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ മേഖലയിൽ പ്രത്യേകിച്ചും ട്രംപും നെതന്യാഹുവും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ആ ഒരു പ്രതിസന്ധിയിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങളുടെ അതിശക്തമായ എതിർപ്പാണ്. അതുപോലെ തന്നെ മേഖലയിലെ രാജ്യങ്ങൾ അതിശക്തമായ സമ്മർദ്ദം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമ്മർദ്ദത്തൊക്കെ അതിജയിച്ചുകൊണ്ട് ഒരു ആക്രമണം അഴിച്ചുവിട്ടാൽ അത് ട്രംപും നെതന്യാഹുവും ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്ന പേടിയാണ് വാസ്തവത്തിൽ ആക്രമണത്തിന്റെ അത് വൈകുന്നതിന് പിന്നിലുള്ള കാര്യം. കാരണം ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ പോലുള്ള അധിനിവേശങ്ങളൊക്കെ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇറാന്റെ നേരെ ഒരു ദീർഘമായിട്ടുള്ള ഒരു ഉപരോധമോ ഒരു ആക്രമണമോ അങ്ങനെ ഒരു കരയാക്രമണമൊക്കെ നടത്തി അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പെട്ടെന്ന് സാധിക്കില്ല എന്ന ഒരു തീർപ്പിൽ ട്രംപ് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അതിന്റെ അർത്ഥം ഒരു നിലക്കും ആക്രമണ ഭീഷണി ഒഴിഞ്ഞു പോയിട്ടില്ല എന്നല്ല, മറിച്ച് അതിന്റെ വരും വരായികളെ കുറിച്ചുള്ള ആലോചനയിലും ചിന്തയിലും ചർച്ചയിലുമാണ് ട്രംപ് എന്ന് വേണം നമുക്കിപ്പോ മനസ്സിലാക്കാൻ.